بسم الله الرحمن الرحيم رب زدني علما. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല അപരാധങ്ങളും പുറത്തു തരുമാറാവട്ടെ. ശിഷ്ടജീവിതം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ത്വാഅത്തിലുമായി ജീവിക്കുവാൻ നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും നാമുമായി ബന്ധമുള്ള വിശ്വാസികൾക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് പൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ക്ലേശങ്ങളും എല്ലാം മാറ്റി അള്ളാഹു സന്തോഷവും സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പരിശുദ്ധ സ്വർഗപ്രവേശവും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്തിരിക്കുന്ന സുപ്രസിദ്ധമായ ഒരു തിരു ഹദീസ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറഅതൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഈ ഹദീസ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വച്ച് പറയുകയാണ്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിശ്ചയം കർമ്മങ്ങളേതും അവയിലടങ്ങിയ കരുത്തിനെ നിയ്യത്തിനെ ആശ്രയിച്ചാണ് പരിഗണനീയമാകുന്നത്. നാം ചിന്തിക്കണം, കർമ്മങ്ങളേതും അവയിലടങ്ങിയ കരുത്തിനെ ആശ്രയിച്ചാണ് അല്ലാഹുവിങ്കൽ പരിഗണനീയമാകുന്നത്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, ഏതൊരാൾക്കും താൻ വിചാരിച്ചതു മാത്രമാണ് ഉണ്ടാവുക. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, വല്ലവൻ്റെയും ഹിജ്റ പാലായനം അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ തുരുദൂതരിലേക്കും ലക്ഷ്യം വച്ചുള്ളതാണെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, തൻ്റെ പാലായനം അള്ളാഹുവിലേക്കും റസൂലിലേക്കും തന്നെയാണ്. വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ, ഇനി വല്ലവൻ്റെയും ഹിജ്റ ഐഹിക ലക്ഷ്യങ്ങളിലേക്കാണ് ഹിജ്റയെങ്കിൽ അതവൻ നേടിയെടുത്തേക്കാം. അവിംറഅതി യൻകിഹുഹാ, വല്ല പെണ്ണും കൊള്ളയാണ് അവൻ്റെ പാലായനമെങ്കിൽ അവളെ അവൻ വിവാഹം ചെയ്തെന്നും വന്നേക്കാം. ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അപ്പോൾ തൻ്റെ ഹിജ്റ, തൻ്റെ പാലായനം, തൻ്റെ കരുത്തു ഏതൊന്നിലേക്കായിരുന്നുവോ അതിലേക്കാകുന്നതാണ് അവൻ്റെ ഹിജ്റയെന്ന്, അവൻ്റെ കരുത്തെന്ന്, അവൻ്റെ വിചാരമെന്ന് അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ബഹുമാനികളെ, ഈ ഹദീസ് വളരെ സുപ്രസിദ്ധമായ ഹദീസാണ്.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച തിരുവചനങ്ങളിൽ ഈ ഹദീസിനോളം ആശയപൂർണവും വ്യക്തതയുമുള്ളതുമായ വേറൊരു ഹദീസ് ഇല്ലെന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുള്ളത്. ഇമാമുന ശാഫിഈ തങ്ങളും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും രേഖപ്പെടുത്തുന്നത് ദീനിൻ്റെ വിജ്ഞാനങ്ങളിൽ 1/3 ഭാഗം ഈ ഹദീസ് പ്രതിനിധാനം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ഹദീസിനെ കുറിച്ച് നമ്മുടെ ഇമ്മത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളും ചിന്തിക്കണം. നാം പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരുന്ന ചിന്തകളും വിചാരങ്ങളും ഏതെല്ലാം തരത്തിലാണ്? വിശ്വാസം നന്നായെങ്കിലല്ലേ കർമ്മം നന്നാവൂ. വിശ്വാസദൂഷ്യത്തോടുകൂടെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ബാഹ്യ സൗന്ദര്യത്തിന് വല്ല പ്രസക്തിയുമുണ്ടോ പ്രിയമുള്ളവരെ? വിശ്വാസം ദൂഷ്യമായി ഇരിക്കലോടുകൂടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ബാഹ്യ സൗന്ദര്യത്തിന് പ്രസക്തി ഇല്ലെന്നാണ് ഈ തിരുവചനം ലോകത്തെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടുന്നതിനപ്പുറം മറ്റു പ്രേരണകളെല്ലാം കർമ്മത്തിൻ്റെ പൂർണ്ണ പ്രതിഫലം ഇല്ലാതാക്കുന്നതും അള്ളാഹുവിനെ വണങ്ങൽ ഒട്ടും ലക്ഷ്യമാക്കിയില്ലെങ്കിൽ ആ കർമ്മങ്ങൾ തീരെ പ്രതിഫലം അർഹിക്കാത്തതാകുമെന്നും ഈ ഹദീസ് ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഒരാൾ ഹിജ്റ പോകുമ്പോൾ, ഒരാൾ പലായനം നടത്തുമ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവെന്ന നിലയിലാണ് പോകുന്നതെങ്കിൽ അതിന് പൂർണ്ണ ഫലമുണ്ടാകും. വേറൊരുത്തൻ വിവാഹം പോലുള്ള ഭൗതിക ആവശ്യം മാത്രമാണ് ലക്ഷ്യമിടുന്നതെങ്കിലോ ആ ഭൗതിക ആവശ്യം നേടിയെന്ന് വന്നേക്കാം, നേടുമെന്നുറപ്പില്ല. ഇവർ രണ്ടുപേരുടെയും കർമ്മം എങ്ങനെ ഇരിക്കുമെന്ന് ഈ ഹദീസ് നമുക്ക് വ്യക്തമാക്കി തരുന്നില്ലേ ബഹുമാനികളെ? എന്നാൽ വേറൊരാൾ രണ്ടും കൂടിയാണ് കരുതുന്നതെങ്കിലോ അവൻ്റെ കർമ്മം പൂർണ്ണമായും നിഷ്ഫലമാകുന്നതല്ല. ഇഖ്ലാസിൻ്റെ കുറവ് ഈ കരുതിയവൻ്റെ പ്രവർത്തനത്തിൽ പ്രകടമാണ്. അതിൻ്റെ വ്യത്യാസം അനുസരിച്ച് പ്രതിഫലത്തിലും വ്യത്യാസം പ്രകടമാകുമല്ലോ. പക്ഷേ ഇങ്ങനെ പ്രതിഫലാർഹമാകണമെങ്കിൽ പ്രവർത്തനത്തിൻ്റെ ഹിജ്റയുടെ വഴിപാടിൻ്റെ ലക്ഷ്യം മികച്ചു നിൽക്കണമെന്നാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉപാധി പറഞ്ഞിട്ടുള്ളത്. ഞാനും നിങ്ങളും അടങ്ങുന്ന വിശ്വാസി സമൂഹം നമ്മുടെ മനസ്സിലെ കരുത്ത്, നമ്മുടെ വിചാരം, നാം പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനോമുഖരത്തിൽ കൊണ്ടുവരേണ്ട വിചാരം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന വിധത്തിലാക്കി തീർക്കുവാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരണത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന നിലയിലാണ് നമ്മുടെ വിചാരവും നമ്മുടെ ചിന്തയും നമ്മുടെ നിയ്യത്തുമെങ്കിൽ ആ കാര്യം നമുക്ക് പൂർണ്ണമായും നേടിയെടുക്കുവാനും അള്ളാഹുവിൻ്റെ തൃപ്തി അതിൽ കരസ്ഥമാക്കുവാനും നമുക്ക് സാധിക്കുമെന്ന് ഈ തിരുവചനത്തിലൂടെ നാം അടിവരയിട്ട് മനസ്സിലാക്കുകയും നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും പൂർണ്ണമായും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ത്വാഅത്തിലാക്കി തീർക്കുവാൻ പരിശ്രമിക്കണമെന്ന് എൻ്റെ സ്വന്തം നഫ്സിനോടും നിങ്ങൾ ഓരോരുത്തരോടും ഇത്തരണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സകത്ത വിചാരങ്ങളും നിയ്യത്തുകളുമെല്ലാം നന്നാക്കി തരുമാറാവട്ടെ. വിചാരം, നിയ്യത്ത്, അതാണെല്ലാം. ആ നിയ്യത്ത് നന്നെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ നന്നാകും. നിയ്യത്ത് മോശമെങ്കിൽ കർമ്മത്തിൻ്റെ ബാഹ്യ സൗന്ദര്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല, അത് നിഷ്ഫലമായി പോകുമെന്ന വസ്തുത നാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലായാലും നമ്മുടെ മറ്റ് ജീവിതത്തിൻ്റെ ഏതു മേഖലയിലായാലും നമ്മുടെ നിയ്യത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം ഉണ്ടാവുക എന്ന വസ്തുത നാം അടിവരയിട്ട് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളായാലും സാമൂഹിക പ്രവർത്തനങ്ങളായാലും ചാരിറ്റി പ്രവർത്തനങ്ങളായാലും കുടുംബ സംബന്ധമായ പ്രവർത്തനങ്ങളെല്ലാം ആയാലും അതെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും ത്വാഅത്തിലുമാക്കി തീർക്കുവാൻ നാം ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വന്നുപോയ വീഴ്ചകളെല്ലാം അല്ലാഹു തആല നമുക്ക് ഏവർക്കും പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തും ബറക്കത്തും വർഷിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ പ്രയാസങ്ങളിൽ കഴിയുന്നവർക്ക്, രോഗങ്ങളിൽ കഴിയുന്നവർക്ക് അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പരിശുദ്ധ സ്വർഗ്ഗപ്രവേശവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.